ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇനി പാകിസ്ഥാനികൾ കിടന്ന് ട്രൗസറിൽ അപ്പിയിടുന്നത് കാണാൻ അധികം സമയമൊന്നും വേണ്ട. എന്തായാലും നല്ല ഒന്നൊന്നര കാലം തന്നെ അവരുടെ നെഞ്ചത്തോട്ട് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ നമ്മുടെ പാവപ്പെട്ട ആളുകളെ കൊന്ന നായക്കളെ ഇനി നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരുടെ കുടിവെള്ളം അങ്ങ് വിച്ഛേദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇനി അന്നം തിന്ന് പോകാനും കഴിയില്ല. കർഷകർക്ക് ആവശ്യമായ വെള്ളം അത് നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്തു. ഇത് തന്നെയാണ് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു തുള്ളി രക്തം ചീന്താതെ തന്നെ അവരെ മുഴുവൻ തീർക്കാനുള്ള പരിപാടി നമ്മളെ കൊണ്ട് കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവരിന്ന് അവരുടെ ആണവായുധവും മറ്റുള്ള സാധനങ്ങളൊക്കെ പരീക്ഷിച്ച് നമ്മളെ ഓലപ്പടക്കം കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നോക്കുക. ആ നാറുകൾക്ക് അറിയില്ലല്ലോ ലോക സൈന്യത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലെ. ആ നാറുകളെ പേടിപ്പിക്കാൻ നമുക്ക് റാഫേൽ വിമാനം ഒന്ന് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ മാത്രം മതി, ട്രൗസറിൽ അപ്പിയിട്ട് അങ്ങ് പോകും അല്ലേ. ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മതസൗഹാർദ്ദം അവരത് നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയിലെ കാശ്മീരിലെ ആളുകൾ എത്രത്തോളം സ്നേഹമുള്ള ആളുകളാണ് എന്ന് ഈ ദിവസങ്ങളിൽ ഈ വരും മണിക്കൂറുകളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാനുണ്ട്. കാരണം പഹൽഗാമിൽ കുടുങ്ങിയ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, മലയാളികളായ ആളുകളുണ്ടല്ലേ. അവര് തിരിച്ചു വരുന്ന സമയത്ത് അവിടെയുള്ള സാധാരണക്കാര് നമ്മളെ എങ്ങനെയാ വരവേറ്റതെന്ന് ഒന്ന് കാണിച്ചു തരാം. आपको याद रहेगा कुछ ना। चलो सर, थैंक यू। हम आपके साथ हैं, हम उसकी पूरी मजम्मत करते हैं। थैंक यू सो मच। ये हम पे हमला हुआ है, आप लोगों पे नहीं हुआ है सर। थैंक यू सो मच। हम इसके खिलाफ हैं। थैंक यू सो मच। थैंक यू सो मच। हाँ हेलो, आप वाटर 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 बिस्किट 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 छोटू बिस्किट ഇതാണ് ഇന്ത്യക്കാരുടെ സ്നേഹം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഹിന്ദു ഇല്ല, മുസൽമാൻ ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മളെല്ലാവരും ഹിന്ദുസ്ഥാനികളാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനെയുള്ള വീഡിയോസ് വേണ്ടി വന്നു എന്നുള്ളതാണ് അല്ലേ. അനാവശ്യമായിട്ട് ഇങ്ങനെ ചൊറിയുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്, രാഷ്ട്രീയ മുതലെടുപ്പ്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല സത്യത്തിൽ നടത്തേണ്ടത്. ഇവിടെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, നമ്മളെ ഭിന്നിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കണം. കണ്ണങ്ങ് തുറച്ച് കൃഷ്ണമണി പുറത്തേക്ക് വരണം നമ്മുടെ സ്നേഹം കണ്ടുകൊണ്ട്. അവരെന്താ ചിന്തിച്ചത്? ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാൻ ഒരു ആയുധം, ഒരു വാക്ക് മതി. നീ ഹിന്ദുവാണോ മുസൽമാനാണോ? ഹിന്ദുവാണെന്ന് പറയുമ്പോൾ വെടിവെച്ച് കൊല്ലും. ഈ ഒരു കാര്യം കൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഈ കൊച്ചു കേരളത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിങ്ങളെ കാണുമ്പോൾ ഒരു വിദ്വേഷം ഉണ്ടാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കുടുംബസമേതം കേരളത്തിൽ നിന്ന് ടൂർ പോയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം സ്വന്തം മകളുടെ മുന്നിൽ, സ്വന്തം പേരക്കുട്ടികളുടെ മുന്നിൽ വെടികൊണ്ട് മരിച്ചു വീണു. അവർ കുറച്ച് സത്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്, ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഇതൊക്കെ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ചൊറിച്ചിൽ വരുന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുസ്ലിങ്ങളായിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വരുന്നു, നമ്മുടെ നാട്ടിലുള്ള ആളുകളെ വെടിവെച്ചിടുന്നു, ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ, കുറച്ച് ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആളുകൾ, തീവ്ര മനോഭാവമുള്ള ആളുകൾ മുഴുവൻ മുസ്ലിങ്ങളും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ഒരു വ്യക്തി ജനൻ ടി വിയിലാണ് പലപ്പോഴും പ്രത്യക്ഷപ്പെടാറ്. ജനൻ ടി വിയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പൊ ജനൻ ടി വിയിൽ വരുന്നു, എന്നിട്ട് ആളുടെ ലേബൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അയാള് മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിട്ട് അത്ര സംസാരിക്കുന്നത്, മുസ്ലിം മതം വിട്ടുപോയ ഒരു വ്യക്തിയാണ്. അയാളാണ് ഒരു പക്ഷെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എല്ലാവരും ഇതാണ് എന്ന് പറഞ്ഞു വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സംഘികളായ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ നിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നല്ലാതെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പൊ ഹാരിഫ് ഹുസൈൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ.
തമ്മിലടിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിനാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് സ്വന്തം സഹോദരിയെ പോലെ എന്നെ കാത്തു സൂക്ഷിച്ച, എന്നെ സംരക്ഷിച്ചത് 2 മുസൽമാനാണ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. ഇന്ത്യക്കാരെ കാണുമ്പോൾ ഈ ഒരു പാകിസ്ഥാനികൾക്ക് ജാതി മതവും അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. ഇന്ത്യക്കാരോടാണ് നമുക്ക് ദേഷ്യം, അല്ലെ? നിങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പാകിസ്ഥാനിലെ സ്റ്റുഡൻസ്, കുട്ടികളൊക്കെ പറയുന്ന വീഡിയോസ് ഒന്ന് എടുത്തു നോക്കിയേ. ഇന്ത്യക്കാരോട് എല്ലാവർക്കും ഒരു വിദ്വേഷമാണ്. അവരെ പഠിപ്പിച്ച് വിടുന്നത് ആ രീതിയിലാണ്. എന്തായാലും ആ വിദ്വേഷമൊക്കെ പട്ടിണിയാവുമ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെ വല്ലാണ്ട കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ പട്ടിണിപ്പാവങ്ങളായിട്ട് അയ്യോ അമ്മയെ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾ അവിടെ ഒരു 210 എങ്ങാനും എത്തിക്കാണും. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുക. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം. കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ്. അല്ല, എല്ലാവരും എനിക്ക് അറിയില്ല. ടു ബി ക്ലിയർ, എൻ്റെ അടുത്ത് വന്ന ആള് സൈനിക വേഷത്തിലല്ലായിരുന്നു. ഓക്കെ, അതായത് സൈനിക വേഷത്തിൽ കുറച്ച് ആളുകളുണ്ട്. 7 or 6 പേരെന്നല്ലേ കണക്ക് വന്നിട്ടുള്ളത്. 4 പേരുടെ ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. 2 പേര് ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദികളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ പാകിസ്ഥാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു നായക്കാട്ടത്തിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് ഒരു കുർത്ത പോലത്തെ ഒരു വസ്ത്രം ഇട്ട ഒരാള്, അയാളാവാനാണ് സാധ്യത. പിന്നെ ഇവരുടെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റിന്റെ മുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ നായ്ക്കളെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഓക്കെ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നു. നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടെങ്കിൽ കടലിൽ കരുത്ത് കാട്ടി ഇന്ത്യ, INS സൂറത്തിൽ നിന്ന് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. നമ്മൾ ഓലപ്പടക്കം കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മളെ പാകിസ്ഥാൻ സഹോദരി മണ്ടന്മാര് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള നല്ല കിടിലം പണിയാണ്. ഇവിടെ റാഫേൽ വിമാനം 4 തവണ കാശ്മീരിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിയാൽ തന്നെ ഈ നാറികളൊക്കെ ഏത് മാളത്തിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നും ഓടും. ഒരു രക്ഷ ഉണ്ടാവില്ല, ഓടി രക്ഷപ്പെടും. അവരൊക്കെ മൂട്ടിലെ വാണം വെച്ച് പൊട്ടിച്ചു വിടുക വേണ്ടത്. അത്രേ ഉള്ളൂ. അത്ര ധൈര്യമുള്ളവർക്ക് ഡയലോഗ് അടിക്കാൻ ഒരു കുറവുമില്ല. കുറെ പൊട്ടന്മാരുണ്ട് ആ നാട്ടിൽ. ഇന്ത്യ എന്ന രാജ്യത്തിനെയൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താവും? കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ അത് ഇല്ലാണ്ടാവും. പക്ഷെ അവിടെ ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരുണ്ടാവും. അവരെ ചിന്തിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾ യുദ്ധം വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നിപ്പോവും അതൊക്കെ വേണം എന്നുള്ളത്. എന്താ സംസാരിച്ചുകൊണ്ട് വന്നത്? ഇത് വലിയൊരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഗ്രൂപ്പിലേക്ക് വരികയാണോ ചെയ്തത്? അതോ ആദ്യത്തെ വെടിവെച്ച നിങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറെ ദൂരെയായിട്ടായിരുന്നോ? അതെ, ആദ്യത്തെ വെടിവെച്ച ദൂരെയായിട്ടായിരുന്നു. ശബ്ദമായിട്ട് ബലൂൺ പൊട്ടുന്നു അങ്ങനെ എന്തൊക്കെയോ തോന്നിയില്ലേ പലരും? ശബ്ദം പടക്കം പൊട്ടണ പോലത്തെ. അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള. രണ്ടാമത്തേൽ ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നെ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആണല്ലോ, നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കിൾസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണ്, അച്ഛൻ കിടക്ക് അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു. അപ്പൊ ആർമി യൂണിഫോമിലാണ് എല്ലാ തീവ്രവാദികളും വന്നത് എന്നുള്ള കാര്യത്തിന് ഇപ്പൊ ഒരു വേറൊരു ഇത് വരികയാണ്. അതായത് 2 or 3 ആളാണ് നമ്മുടെ യൂണിഫോമിൽ കയറി വന്നിട്ടുള്ള. ബാക്കിയൊക്കെ ആ നാട്ടിലുള്ള ആളുകളെ വേഷഭൂഷാദികളായിട്ട് തന്നെയാണ് വന്നതെന്നുള്ളതാണ്. ഒരു പക്ഷെ അവിടെയുള്ള പ്രാദേശിക ചാനലുകൾ പറയുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നടന്ന് എല്ലാവരോടും ഹിന്ദുവാണ് മുസൽമാനാണ് എന്ന് ചോദിച്ച് വെട്ടിവെച്ച് കൊന്നു എന്നുള്ളൊരു കാര്യമാണല്ലോ. പക്ഷെ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട്, നമ്മളെ ബാംഗ്ലൂരിൽ നിന്നും ടൂർ പോയ ആളാണ്. അയാളോട് ചോദിച്ചിട്ടുണ്ട്, അയാളുടെ ഭാര്യയെ വെറുതെ വിട്ടിട്ട് നീ നിന്റെ മോദിയോട് രക്ഷിക്കാൻ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ആ ചോദ്യം ചോദിച്ചു എന്ന് അവർ പറഞ്ഞു. അത് കൂടാതെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്ന് ഹിന്ദുവാണോ മുസൽമാനാണെന്ന് ചോദിച്ച് ഹിന്ദു ആണെന്ന് പറഞ്ഞപ്പോൾ വെടിവെച്ചു ഒരു കാര്യം. അതുപോലെ തന്നെ മുസൽമാനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ട്രൗസർ പൊക്കി നോക്കി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ 2 പേരാണ് കൃത്യമായിട്ട് ഈ ഒരു കാര്യം. ചിലപ്പോൾ എല്ലാവരോടും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെ. ചില ആളുകളോട് അത് പറഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും ആ ഒരു വാക്കുകൾ ഉപയോഗിച്ചത് നമ്മളെ തമ്മിൽ തല്ലിക്കാനാണ്. അതിൽ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ ഇതിനോടകം തന്നെ ആ ഒരു രീതിയിലെ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്ന മുസൽമാനെ ഞാൻ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റുകൾ. അവരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ടും സംഗീതരം മനസ്സിൻ്റെ ഉള്ളിലുള്ള പൂർണ്ണമായും പുറത്തേക്ക് അത് കാണിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. നമ്മളെ കേരളത്തിൽ എന്തായാലും എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുന്നവരല്ല. ഇപ്പൊ നമ്മളെ കാശ്മീരികളായിട്ടുള്ള ഒരുപാട് മുസൽമാന്മാർ
അവിടെ വന്ന ആളുകളെ സഹായിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. എല്ലാവരെയും ഒരേ കണ്ണിൽ കാണണമെന്ന ഹാരിഫ് ഹുസൈനിന്റെ ആ ഒരു ചിന്താഗതി ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അങ്ങ് തകർന്നില്ലാണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നൊരു കാര്യം പറയാനുള്ളൂ. എന്തായാലും അവിടെ നിന്നും ഒരു സ്ത്രീ പറയുന്ന വാക്ക് ഇത് വലിയ രീതിയിൽ വൈറലായതാണെന്ന് കാണാം. ये मैसेज भी जाना चाहिए कि जो लोग बोले कि उन्होंने पूछा पहले कि आप हिंदू हो क्या, अगर हिंदू हो तो उन्होंने मारा और मुस्लिम को नहीं मारा, ये इंडिया में मैसेज जा रहा है। ऐसा नहीं है, मैं सुबह से कश्मीर में घूम रही हूँ, मैं एक हिंदू हूँ, लेकिन मुस्लिम भाई हमारे कंधों से कंधे मिला के हमारे साथ खड़े हैं और उनको ना हिंदू से खतरा हो रहा है ना हम लोगों को मुस्लिम से खतरा हो रहा है। ये सब उन लोगों को करना है और हमको भारतीय होने के नाते ये सब उनका जो इच्छा है कि यहाँ पे कश्मीर में लोग नहीं आना चाहिए, वो बताना चाहिए कि हर कश्मीरी वो हिंदू हो या मुस्लिम हो वो पर्यटकों के साथ है। हमारे ड्राइवर है, हमारे ड्राइवर यहाँ पे है, हमारे ड्राइवर यहाँ पे। जब ये होगा तो हम डर गए क्योंकि घर से फोन आने लगे। यहाँ पे तो हमारा फोन भी नहीं लगता, यहाँ पे अलग सिम कार्ड लेना पड़ता है पोस्ट पर। तो घर वाले पैनिक हो रहे थे, तो भाई ने हमें बोला कि एक बार हम हमारी जान दे देंगे लेकिन आपके जान को कुछ खतरा नहीं होने देंगे। ये भाईचारा है, ये इंडिया का भारत का भाईचारा आबाद रहना चाहिए, भारत अखंड रहना चाहिए, ऐसा हमें लगता है। കേട്ടില്ലേ? അതായത് പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല ഇടങ്ങളിലും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹിന്ദു ആണ് മുസൽമാനാണോ ചോദിക്കും, മുസൽമാനാണെങ്കിൽ വെറുതെ വിടുന്നു, ഹിന്ദു ആണെങ്കിൽ കൊല്ലുന്നു. അപ്പൊ ഇന്ത്യക്കകത്ത് തന്നെ ഓൾറെഡി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ബീഫിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര മുസൽമാനമാരുടെ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന വിളി കേൾക്കുമ്പോൾ ആളുകൾക്ക് പേടിയുണ്ട് അല്ലെ. അതേപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോഴും ഇപ്പൊ പേടിയാവുന്നു എന്നുള്ള രീതിയിലാണ്. ഈ രണ്ട് കൂട്ടരിലും ഉണ്ട് വളരെ തീവ്ര മനോഭാവമുള്ള ആളുകൾ എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് സമീപിക്കുന്ന ആളുകളുണ്ട്, അതായത് തീവ്ര മനോഭാവമുള്ള ആളുകൾ. അത്തരം ആളുകൾ എന്തായാലും നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. ഇവിടെ അനാവശ്യമായിട്ട് ഈ ഒരു ചോദ്യം ഉയർത്തി കാണിച്ചുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. കേരളത്തിലും ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. ഓക്കെ, എന്തായാലും ദൃക്സാക്ഷിയായിട്ടുള്ള മറ്റൊരു സ്ത്രീ പറയുന്ന ഒരു വാക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞങ്ങള് ലൈനിൽ ഞാൻ ആദ്യം വന്നത്. അപ്പം അവിടെ ഇറങ്ങിയപ്പോ ഞാൻ എന്റെ ക്യാപ്പൊക്കെ മാറ്റുന്ന സമയത്താണ് എന്റെ അടുത്ത് ഒരാൾ തോക്കും പിടിച്ച് നിൽക്കുന്നത് കണ്ടത്. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് ഒരാളെ വെടിവെച്ചിട്ടിട്ടുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്നു, എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ വിചാരിച്ചത് പട്ടാളക്കാരാന്ന് വിചാരിച്ചു? ഞങ്ങൾ പട്ടാളക്കാരാന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ശരിക്കും ആർമി യൂണിഫോം ആണോ? കണ്ടാ തിരിച്ചറിയുന്ന ഒരു കാവി കളറിലുള്ള ഒരു ഡ്രസ്സാണ്. ഒരു എന്താ പറയുക, നമ്മളെ പോലീസുകാരൊക്കെ ഉള്ള അങ്ങനെ എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴേ പിന്നെ ഒരു സൗണ്ട് കേട്ട് അപ്പാണ് ഒരാള് വെടികൊണ്ട് വീഴുന്നത്. അപ്പൊ തൊട്ടടുത്താ മരിച്ചു കിടക്കുന്നത്, എന്റെ തൊട്ടടുത്താ മരിച്ചു കിടന്നത്. ഈ ആളുകളോട് അവരുടെ പേരൊക്കെ ചോദിച്ചിട്ടാണ് വെടി തീർക്കുന്നത് ചില റിപ്പോർട്ട്. ആ സമയത്തൊക്കെ ഞാൻ സിപ്പ് ലൈനിലായിരുന്നു, അപ്പൊ എനിക്ക് അതൊന്നും അറിയില്ല. ഓക്കെ, നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സിപ്പ് ലൈനിലുള്ള നിങ്ങളാണ്? ആണ്. അത് വേറെ ആളുണ്ടാവും. ഒന്ന് എന്റെ മകളാണുള്ളത്. ആ സിപ്പ് ലൈൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒന്ന് ഷൂട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി? ഞങ്ങള് പിന്നെ അവിടുന്ന് ടെൻസ് ഒക്കെ ചാടി ഞാനും എന്റെ മോളും വേറെ ഒരു ഭാഗത്തേക്കും മറ്റേ മക്കൾ വേറെ ഭാഗത്തേക്കും ഓടി. ആ ഒരു നിമിഷത്തിൽ നമ്മളൊക്കെ അവിടെ പെട്ടുപോയ എന്താവും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇത് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നതിന് ശേഷമുള്ള സംസാരമാണ്. ഈ സംസാരം നമ്മളവിടെ നിന്നിട്ട് ഈ ഒരു കാര്യം നമ്മളവിടെ നിന്ന് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ. ഭയങ്കര ഭയാനകമായിട്ടുള്ള കാര്യമാണ്. കയ്യിൽ തോക്കും പിടിച്ചിട്ടാണ് ഈ നിൽക്കുന്നതേ. കൂട്ടത്തിൽ വന്ന് നമ്മളോട് ചോദിക്കുക നീ ഹിന്ദു ആണോ മുസൽമാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു ആണെന്ന് പറയുമ്പോൾ തലയിൽ വെടിവെക്കുകയാണ്. ഒരു പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ജീവൻ കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവരോട് പോരാടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കേരളത്തിൽ നിന്നുള്ള ആളുകൾക്ക് അവരെക്കാളും കുറച്ചൊക്കെ ഒരു ധൈര്യമുള്ള ആളുകളെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കാശ്മീരി ആയിട്ടുള്ള ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ള ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആ ഒരു വീരമൃത്യു വരിക്കുന്നതും അല്ലെ. ഇപ്പൊ ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ആർമി ഒരു പട്ടാളക്കാരൻ വീരമൃത്യു മരിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ തീവ്രവാദികളെ പിടിച്ച് അവരങ്ങനെ തൂക്കി നിൽക്കുന്നത് നമുക്ക് കാണണം. ഇവിടെ നമ്മൾ ഒരിക്കലും ഈ ഒരു മതപരമായി തല്ലുണ്ടാക്കല്ലേ. ദയവ് ചെയ്ത് ഈ ഒരു വിഷയം ഈ ഒരു രീതിയിൽ ഇന്ത്യ ഒരാളുടെ രക്തം പോലും പൊഴിയാതെ അകത്തേക്ക് കയറിയ ഒരെണ്ണത്തിനും പുറത്തു വിടില്ല. അല്ലാതെ ആ രാജ്യത്ത് നിന്നും കരുക്കൾ നീക്കുന്ന ഒരു നാറിക പോലും ഇനി കുടിവെള്ളം പോലും കിട്ടാതെ അവിടെ നിന്ന് ചാവാൻ പോവുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതിരോധം തീർക്കേണ്ടത്. എന്തായാലും ഓലപ്പടക്കം കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ കുറച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി മിണ്ടാതെ ഒരു മൂലയിൽ ഇരുന്നോളും. അത്ര തന്നെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.